ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. SSC ആൻഡ് റെയിൽവേ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ടോപ്പ് 200 കറണ്ട് അഫയേഴ്സ് സീരീസ്. ആൻഡ് ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റൻസിലേക്ക് പോകാം. സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, which player has won the men's singles title in the recently concluded French Open 2026? Recent ആയിട്ട് കൺക്ലൂഡ് ചെയ്ത ഫ്രഞ്ച് ഓപ്പൺ 2026 മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ഇവരിൽ ഏത് പ്ലെയർ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർലോസ് അൽക്കാരസ്, ഓപ്ഷൻ ബി നൊവാക് ദ്യോക്കോവിച്ച്, ഓപ്ഷൻ സി അലക്സാണ്ടർ സ്വെവറേവ് ആൻഡ് ഓപ്ഷൻ ഡി ജൈനിക് സിന്നർ. സോ ഇവരിൽ ഏത് പ്ലെയർ ആണ് 2026 ഫ്രഞ്ച് ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി അലക്സാണ്ടർ സ്വെവറേവ്. സോ അലക്സാണ്ടർ സ്വെവറേവ് എന്ന് പറയുന്നത് ഹീസ് എ ജർമ്മൻ പ്ലെയർ. സോ ജർമ്മനിയുടെ പ്ലെയർ ആണ് അലക്സാണ്ടർ സ്വെവറേവ് എന്ന് പറയുന്നത്. ഹീസ് ഓഫ് ജർമ്മൻ ഒറിജിൻ. സോ ജർമ്മൻ പ്ലെയർ ആണത് അലക്സാണ്ടർ സ്വെവറേവ് എന്ന് പറയുന്നത്. അലക്സാണ്ടർ സ്വെവറേവ് ആണ് റീസെന്റ് കൺക്ലൂഡഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ഓപ്പൺ 2026 എന്ത് ചെയ്യുന്നത്, വിൻ ചെയ്യുന്നത്. ദെൻ ഒരു ഫ്രഞ്ച് ഓപ്പൺ 2026 എന്ന് പറയുന്നത് 4 ഗ്രാൻഡ് സ്ലാംസുകളുടെ സെക്കൻഡ് വൺ ആണ്. അതായത് ആനുവലി നടക്കുന്ന മേജർ ടെന്നീസ് ടൂർണമെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാൻഡ് സ്ലാംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഗ്രാൻഡ് സ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം ആനുവലി 4 മേജർ ടെന്നീസ് ടൂർണമെന്റ്സ് ആണ് നടക്കുന്നത്. ആ 4 മേജർ ടെന്നീസ് ടൂർണമെന്റുകളെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രാൻഡ് സ്ലാംസ്. അപ്പോൾ അങ്ങനെയുള്ള മേജർ ടെന്നീസ് ടൂർണമെന്റുകളാണ് ഗ്രാൻഡ് സ്ലാംസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വർഷം 4 ഗ്രാൻഡ് സ്ലാംസ് ഉണ്ട്. ഈ 4 ഗ്രാൻഡ് സ്ലാംസിൽ രണ്ടാമതായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണെന്ത് ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ 2026 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു അലക്സാണ്ടർ സ്വെവറേവ് ആരെയാണ് ഡിഫീറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫ്ലാവിയോ കൊബോലി. സോ ഫ്ലാവിയോ കൊബോലി. സോ ഫ്ലാവിയോ കൊബോലി ആയിരുന്നു ഫ്രഞ്ച് ഓപ്പൺ 2026 മെൻ സിംഗിൾ ടൈറ്റിലിന്റെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അലക്സാണ്ടർ സ്വെവറേവ് ആരാണ് ഡിഫീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫ്ലാവിയോ കൊബോലി. ആൻഡ് ഫ്ലാവിയോ കൊബോലി എന്ന് പറയുന്നത് ഹീസ് എ പ്ലെയർ ഓഫ് ഇറ്റലി. ഒരു ഇറ്റാലിയൻ പ്ലെയർ ആണെന്ന് ഫ്ലാവിയോ കൊബോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ 2026 എവിടെ വെച്ചാണ് നടക്കുന്നത്, വെന്യൂ. ഫ്രഞ്ച് ഓപ്പൺ 2026ന്റെ വെന്യൂ ചോദിച്ചു കഴിഞ്ഞാൽ വെന്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോളൻ ഗാരോസ്. സോ റോളൻ ഗാരോസ് ആണെന്ന് ഫ്രഞ്ച് ഓപ്പൺ 2026ന്റെ വെന്യൂ എന്ന് പറയുന്നത്. സോ ദ വെന്യൂ ഫോർ ഫ്രഞ്ച് ഓപ്പൺ ഈസ് റോളൻ ഗാരോസ്. സോ റോളൻ ഗാരോസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ എന്ത് ചെയ്യുന്നത്, എല്ലാ വർഷവും നടക്കുന്നത്. ആൻഡ് ഫ്രഞ്ച് ഓപ്പണിന്റെ വേറൊരു പേരും എന്ത് തന്നെയാണ്, റോളൻ ഗാരോസ് എന്ന് തന്നെയാണ്. അതായത് സ്റ്റേഡിയത്തിന്റെ പേരും റോളൻ ഗാരോസ് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, റോളൻ ഗാരോസ് എന്ന് തന്നെയാണ്. ഇനി ആരാണ് ഈ റോളൻ ഗാരോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഈസ് എ ഫ്രഞ്ച് ഏവിയേറ്റർ. ഒരു ഫ്രഞ്ച് ഏവിയേറ്റർ ആണ്. അതായത് വേൾഡ് വാർ 1 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഞ്ച് ഏവിയേറ്റർ ആണ് ഈ റോളൻ ഗാരോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റോളൻ ഗാരോസ് ആണ് മെഡിറ്ററേനിയൻ സീഡ് അക്രോസ് ആയിട്ട് ഫ്ലൈ ചെയ്ത ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്നത്. ഹീസ് എ ഫസ്റ്റ് പേഴ്സൺ ടു ഫ്ലൈ അക്രോസ് ദി മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീക്ക് അക്രോസ് ആയിട്ട് ഫ്ലൈ ചെയ്ത ആദ്യത്തെ ഏവിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്ന റോളൻ ഗാരോസ് ആണ്. ഈ ഒരു റോളൻ ഗാരോസിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് എന്ത് ചെയ്യുന്നത്, റോളൻ ഗാരോസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആ ടൂർണമെന്റ് നടക്കുന്ന വെന്യൂ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിന് എന്ത് ചെയ്യുന്നത്, റോളൻ ഗാരോസ് നമ്മൾ വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ 4 ഗ്രാൻഡ് സ്ലാംസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ 4 ഗ്രാൻഡ് സ്ലാംസിൽ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ആണെന്ത് ഈ ഒരു ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 4 ഗ്രാൻഡ് സ്ലാംസ്, അതായത് ഒരു വർഷം നടക്കുന്ന മേജർ ആയിട്ടുള്ള ആനുവൽ ടെന്നീസ് ടൂർണമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഒരു വർഷം നടക്കുന്ന ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അപ്പൊ ഒരു വർഷം ഒരു ഇയറിൽ നടക്കുന്ന ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം അല്ലെങ്കിൽ ആദ്യത്തെ മേജർ ടെന്നീസ് ടൂർണമെന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫ്രഞ്ച് ഓപ്പൺ വരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർഷത്തെ ടെന്നീസ് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫോളോഡ് ബൈ ഫ്രഞ്ച് ഓപ്പൺ. സോ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫ്രഞ്ച് ഓപ്പൺ വരുന്നത്. ഫ്രഞ്ച് ഓപ്പണിന് ശേഷമാണ് വിംബിൾഡൺ വരുന്നത്. സോ ഫ്രഞ്ച് ഓപ്പണിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വിംബിൾഡൺ വരുന്നത്. ആൻഡ് വിംബിൾഡണിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, US ഓപ്പൺ വരുന്നത്. അപ്പൊ ഇതാണ് 4 ഗ്രാൻഡ് സ്ലാംസ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് സ്ലാം മീൻസ് ഒരു വർഷം ഒരു മേജർ ടെന്നീസ് ടൂർണമെന്റ് ആണ് ഗ്രാൻഡ് സ്ലാം. അപ്പൊ 4 ഗ്രാൻഡ് സ്ലാംസ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം നടക്കുന്നത്, ഫോളോഡ് ബൈ ഫ്രഞ്ച് ഓപ്പൺ, ഫോളോഡ് ബൈ വിംബിൾഡൺ ആൻഡ് ഫോളോഡ് ബൈ US ഓപ്പൺ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില റിലേറ്റഡ് ഫാക്ട്സ് അറിഞ്ഞിരിക്കണം. ഈ 4 ഗ്രാൻഡ് സ്ലാമുകളിൽ ഫ്രഞ്ച് ഓപ്പൺ മാത്രമാണ് എന്ത് ചെയ്യുന്നത്,
ക്ലേ കോട്ടിൽ നടക്കുന്നത്, അതായത് ക്ലേ കൊണ്ട് മേക്ക് ചെയ്ത കോട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ്. സോ ഫ്രഞ്ച് ഓപ്പൺ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ക്ലേ കോട്ടിൽ നടക്കുന്നു. അതായത് ഈ ഒരു ടെന്നീസ് ടൂർണമെന്റ് പ്ലേ ചെയ്യുന്നത് ക്ലേ കോട്ടിലായിരിക്കും, അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കോട്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് ഓപ്പൺ പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിംബിൾഡൺ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാസ് കോട്ടിൽ പ്ലേ ചെയ്യുന്നത്. സോ ഗ്രാസ് കോട്ടിൽ പ്ലേ ചെയ്യുന്ന ഏക ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് എന്താണ്? വിംബിൾഡൺ മാത്രമാണ്. ക്ലേ കോട്ടിൽ പ്ലേ ചെയ്യുന്ന ഏക ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഗ്രാസ് കോട്ടിൽ പ്ലേ ചെയ്യുന്ന ഏക ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് വിംബിൾഡൺ ആണ്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ തന്നെ US ഓപ്പൺ രണ്ടും ഹാർഡ് കോട്ടിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലേ ചെയ്യുന്നത്. അതായത് കോൺക്രീറ്റ് കോട്ടിന്റെ മുകളിൽ റേസിൻ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള കോട്ടുകളാണ് ഹാർഡ് കോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് കോട്ടുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പണും അതുപോലെ തന്നെ US ഓപ്പണും എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പോൾ ഹാർഡ് കോട്ടിലാണ് ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും നടക്കുന്നത്. അതേസമയം ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് ഗ്രാസ് കോട്ടിലാണ്. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് ക്ലേ കോട്ടിലാണ്. ആൻഡ് വിംബിൾഡൺ നടക്കുന്നത് ഗ്രാസ് കോട്ടിലാണ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്രഞ്ച് ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ വുമൺ ടൈറ്റിൽ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിര ആൻഡ്രീവ. സോ വുമൺസ് ടൈറ്റിൽ, അതായത് ഫ്രഞ്ച് ഓപ്പണിന്റെ വുമൺസ് ടൈറ്റിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് മിര ആൻഡ്രീവ. സോ മിര ആൻഡ്രീവയ്ക്കാണ് ഈ ഒരു ഫ്രഞ്ച് ഓപ്പണിന്റെ വുമൺ സിംഗിൾസ് എന്ത് ചെയ്തിട്ടുള്ളത്? വിൻ ചെയ്തിട്ടുള്ളത് മിര ആൻഡ്രീവ. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ 2026ന്റെ വുമൺ സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് മിര ആൻഡ്രീവ. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം നടക്കുന്നത്, രണ്ടാമത് നടക്കുന്നതാണ് എന്ത്? ഫ്രഞ്ച് ഓപ്പൺ എന്നുള്ള കാര്യം. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ത് ചെയ്തു? ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാർലോസ് അൽക്കാരസ്. സോ കാർലോസ് അൽക്കാരസ് ആണ് മെൻസിന്റെ സിംഗിൾ ടൈറ്റിൽ എന്ത് ചെയ്തത്? വിൻ ചെയ്തത്. സോ കാർലോസ് അൽക്കാരസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽസ് എന്ത് ചെയ്തത്? വിൻ ചെയ്തത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽസ് വിൻ ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാർലോസ് അൽക്കാരസ്. ഇനി അതുപോലെ തന്നെ വുമൺസ് ടൈറ്റിൽ ആരാണ് വിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ വുമൺസ് ടൈറ്റിൽ ആരാ വിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എലന റൈബക്കിന. സോ വുമൺസ് ടൈറ്റിൽ ആരാ വിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എലന റൈബക്കിന. സോ എലന റൈബക്കിനെയാണ് എന്ത് ചെയ്യുന്നത്? ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ വുമൺസ് ടൈറ്റിൽ എന്ത് ചെയ്യുന്നത്? വിൻ ചെയ്യുന്നത്. അപ്പൊ 2 ഗ്രാൻഡ് സ്ലാമുകൾ കഴിഞ്ഞു, ഫ്രഞ്ച് ഓപ്പണും കഴിഞ്ഞു, അതുപോലെ തന്നെ എന്ത് കഴിഞ്ഞു? ഓസ്ട്രേലിയൻ ഓപ്പണും കഴിഞ്ഞു. ഫ്രഞ്ച് ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ അലക്സാണ്ടർ സ്വെറേവ്, അതുപോലെ തന്നെ വുമൺസ് ടൈറ്റിലിന്റെ വിന്നർ എന്ന് പറയുന്നത് മിര ആൻഡ്രിയ. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാർലോസ് അൽക്കാരസ് ആൻഡ് വുമൺസ് ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എലന റൈബക്കിന. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. Next question. Consider the following statements regarding the ജ്ഞാൻപീഠ് അവാർഡ്. സോ ജ്ഞാൻപീഠ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് പ്രസന്റഡ് ആനുവലി by the Ministry of Culture, Government of India to recognize excellence in Indian literature. Second statement, the award is strictly restricted to works written in the 22 official languages mentioned in 8th schedule of the Indian Constitution. Third statement, it is awarded only to living Indian citizens and cannot be conferred posthumously. And the last statement, prior to 1982, the award was given for a specific single work, but it is now awarded for lifetime contribution to literature. അപ്പോൾ ജ്ഞാൻപീഠ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് പ്രസന്റഡ് ആനുവലി ബൈ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു റെക്കഗ്നൈസ് എക്സലൻസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ എക്സലൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ അവാർഡ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ജ്ഞാൻപീഠ് അവാർഡ് പ്രസന്റ് ചെയ്യുന്ന ആരല്ല? മിനിസ്ട്രി ഓഫ് കൾച്ചർ അല്ല, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല. പകരം ഇത് പ്രസന്റ് ചെയ്തത് ഭാരതീയ ജ്ഞാനപീഠ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ എ കൾച്ചറൽ ഓർഗനൈസേഷൻ കോൾഡ് ഭാരതീയ ജ്ഞാൻപീഠ്. സോ ഭാരതീയ ജ്ഞാൻപീഠ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ, ഭാരതീയ ജ്ഞാൻപീഠ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്.
അപ്പോൾ ആരാണ് ജ്ഞാൻപീഠ് അവാർഡ് പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ ഭാരതീയ ജ്ഞാൻപീഠ്, എ കൾച്ചറൽ ഓർഗനൈസേഷൻ. സോ ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഭാരതീയ ജ്ഞാൻപീഠ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കൾച്ചർ, ഈ ഒരു ഭാരതീയ ജ്ഞാൻപീഠ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സാഹു ശാന്തി പ്രസാദ് ജെയിൻ. സാഹു ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 1944 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാരതീയ ജ്ഞാൻപീഠ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. ആ കൾച്ചറൽ ഓർഗനൈസേഷന്റെ പേരാണ് ഭാരതീയ ജ്ഞാൻപീഠ്. ആൻഡ് ഈ ഭാരതീയ ജ്ഞാൻപീഠ് എന്ന് പറഞ്ഞ കൾച്ചറൽ ഓർഗനൈസേഷൻ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സാഹു ശാന്തി പ്രസാദ് ജെയിൻ 1944. സോ 1944 സാഹു ശാന്തി പ്രസാദ് ജെയിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് 1965 മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ജ്ഞാൻപീഠ് അവാർഡ് കൊടുത്തു തുടങ്ങിയത്. സോ 1965 എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ജ്ഞാൻപീഠ് അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ജ്ഞാൻപീഠ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1961. സോ 1961 എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ അവാർഡ് തുടങ്ങുന്നത് 1961 ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് 1965. സോ 1961 എന്ത് ചെയ്യുന്നത്, ജ്ഞാൻപീഠ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജ്ഞാൻപീഠ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1961 ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇത് അവാർഡ് ചെയ്യുന്നത് 1965. സോ അവാർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1965. അപ്പൊ 1961 എന്ത് ചെയ്യുന്നത്, ഒരു അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു അവാർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രസന്റ് ചെയ്യുന്നത് 1965. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്, നമുക്കത് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ the award is strictly restricted to works written in the 22 official languages mentioned in 8th schedule of the Indian Constitution. ഇതിനകത്ത് ഒരു തെറ്റുണ്ട്. ബിക്കോസ് ഭാരതീയ ഈ ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കുന്നത് 8th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസിനാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലുള്ള ഇന്ത്യൻ വർക്കുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഓതേഴ്സിന്റെ വർക്കിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ്സ് കറക്റ്റ്. പക്ഷേ 2013 എന്ത് ചെയ്തു, ഇംഗ്ലീഷിലുള്ള വർക്കുകൾക്കും ഇന്ത്യൻ ഓതേഴ്സിന്റെ ഇംഗ്ലീഷിലുള്ള വർക്കുകൾക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ 2013 മുന്നേ വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിലുള്ള 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലും ഉള്ള വർക്കുകൾക്ക് മാത്രമായിരുന്നു ഈ ഒരു അവാർഡ് കൊടുത്തിരുന്നത്. ബട്ട് 2013 എന്ത് ചെയ്തു, ഇംഗ്ലീഷ് വാസ് ഓൾസോ ഇൻക്ലൂഡഡ്. സോ ഇംഗ്ലീഷിനെ എന്ത് ചെയ്തു, നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഇപ്പൊ ജ്ഞാൻപീഠ് അവാർഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ 8th ഷെഡ്യൂളിനകത്തുള്ള 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലുള്ള ഇന്ത്യൻ ഓതേഴ്സിന്റെ വർക്കുകൾക്ക്, അതുപോലെ ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഓതേഴ്സിന്റെ വർക്കുകൾക്ക്, ഇന്ത്യൻ ഓതേഴ്സിന് മാത്രമേ ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കുള്ളൂ. അപ്പോൾ അവരുടെ 22, അതായത് ഇന്ത്യൻ ഓതേഴ്സ് 8th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലും എഴുതുന്ന വർക്കുകൾക്കും, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വർക്കുകൾക്കുമാണ് എന്ത് ചെയ്യുന്നത്, ജ്ഞാൻപീഠ് അവാർഡ് ഓഫർ ചെയ്യുന്നത്. സോ 2013 എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷുള്ള വർക്കുകൾക്കും ജ്ഞാൻപീഠ് അവാർഡ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇറ്റ് ഈസ് അവോർഡഡ് ഓൺലി ടു ലിവിംഗ് ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് കനോട്ട് ബി കൺഫേർഡ് പോസ്റ്റ്മസ്ലി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ബിക്കോസ് ഇന്ത്യൻ സിറ്റിസൺസിന്, നിലവിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കാറുള്ളൂ. മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ചെയ്യാറില്ല, ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കാറില്ല. പോസ്റ്റ്മസ് ആയിട്ട് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ചെയ്യാറില്ല, ജ്ഞാൻപീഠ് അവാർഡ് കൊടുക്കാറില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, പ്രയർ ടു 1982 the award was given for a specific single work, but it is now awarded for lifetime contributions to Indian literature. So ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ബിക്കോസ് 1982 മുന്നേ വരെ, അതായത് ജ്ഞാൻപീഠ് അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1982 വരെയുള്ള പീരീഡിൽ ഒരു ഇന്ത്യൻ ഓതറിന്റെ സ്പെസിഫിക് വർക്കിനായിട്ടായിരുന്നു ഈ ഒരു അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ബട്ട് 1982 ശേഷം ഒരു ഇന്ത്യൻ ഓതർ ഇന്ത്യൻ ലിറ്ററേച്ചറിന് തന്നിട്ടുള്ള അവരുടെ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻസിനാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ അവാർഡ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ജ്ഞാൻപീഠ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, തേർഡും ഫോർത്തും മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി, ഓൺലി 3 and 4. സോ 3ഉം 4ഉം മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ജ്ഞാൻപീഠ് അവാർഡിനെ വിളിക്കുന്നത് നോബൽ പ്രൈസ് ഫോർ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ്. അപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ നൊബേൽ പ്രൈസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ജ്ഞാൻപീഠ് അവാർഡ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദി നൊബേൽ പ്രൈസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. സോ ഇന്ത്യൻ ലിറ്ററേച്ചറിലുള്ള നൊബേൽ പ്രൈസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജ്ഞാൻപീഠ് അവാർഡ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്.
ആൻഡ് ഇപ്പോൾ 60ാമത്തെ 60th ജ്ഞാൻപീഠ അവാർഡ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് 60th ജ്ഞാൻപീഠ അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് 60th ജ്ഞാൻപീഠ അവാർഡ് വിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ തമിഴ് ലിറിസിസ്റ്റ് ആർ വൈരമുത്തു. അപ്പൊ ആർ വൈരമുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് ലിറിസിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇത്തവണത്തെ ജ്ഞാൻപീഠ അവാർഡ് വിൻ ചെയ്യുന്നത്. ഇറ്റ് വാസ് വൺ ബൈ എ തമിഴ് ലിറിസിസ്റ്റ് കോൾഡ് ആർ വൈരമുത്തു. അപ്പൊ തമിഴ് ലിറിസിസ്റ്റും ഓതറും ആയിട്ടുള്ള ആർ വൈരമുത്തു ആണ് എന്ത് ചെയ്യുന്നത് 60ാമത്തെ ജ്ഞാൻപീഠ അവാർഡ് എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വൺ ബൈ ആർ വൈരമുത്തു, എ തമിഴ് ലിറിസിസ്റ്റ്. ദെൻ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ജ്ഞാൻപീഠ അവാർഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇനി വരാൻ പോകുന്ന CGL എക്സാമിന് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തു, എന്നാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ദിശ അക്കാഡമിയുടെ CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള CGL എക്സ്ക്ലൂസീവ് കോഴ്സ് എന്ന് പറയുന്നത്. അതായത് CGL 2026ന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോഴ്സാണ് ദിശ അക്കാഡമി ലോഞ്ച് ചെയ്യുന്നത്. അതാണ് SSC CGL കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി CGL എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ CGL എക്സാമിനകത്ത് സെക്ഷണൽ ടൈമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സസ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. സോ ഒരു മോഡിഫൈഡ് ഫോർമാറ്റിലായിരിക്കും ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ഏർലി ബേർഡ് ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 10% ആണെന്ത് ഈ ഒരു കോഴ്സിനകത്തുള്ള ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത്. ഒരു 4,999 rupees ആണ് ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 4,500 rupeesന് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ റെക്കോർഡിങ്സും എന്തായിരിക്കും ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ലൈവ് ക്ലാസ്സസും ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു മെന്റർ സപ്പോർട്ട് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 8075753676 അല്ലെന്നുണ്ടെങ്കിൽ 7012615062. അപ്പോൾ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. Okay, next question. Who became the youngest player to win the orange cap by scoring the most runs in IPL 2026? So IPL 2026ൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തതിന് ഓറഞ്ച് ക്യാപ്പ് വിൻ ചെയ്യുന്ന യങ്ങസ്റ്റ് പ്ലെയർ, IPL ഹിസ്റ്ററിയിലെ യങ്ങസ്റ്റ് പ്ലെയർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സായി സുദർശൻ, ഓപ്ഷൻ ബി ശുഭ്മാൻ ഗിൽ, ഓപ്ഷൻ സി വൈഭവ് സൂര്യവംശി ആൻഡ് ഓപ്ഷൻ ഡി കാഗിസോ റബാഡ. ഇവരിൽ ആരാണ് IPL ഏറ്റവും കൂടുതൽ, IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്നതിന് ഓറഞ്ച് ക്യാപ്പ് വിൻ ചെയ്യുന്ന യങ്ങസ്റ്റ് പ്ലെയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വൈഭവ് സൂര്യവംശി. സോ വൈഭവ് സൂര്യവംശിയാണ് എന്ത് ചെയ്യുന്നത് IPL 2026ൽ ഓറഞ്ച് ക്യാപ്പ് വിൻ ചെയ്യുന്നത്. സോ വൈഭവ് സൂര്യവംശിയാണ് IPL 2026ൽ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റൺസ് വിൻ ചെയ്തതിന് ഓറഞ്ച് ക്യാപ്പ് എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. ഹി വൺ ദി ഓറഞ്ച് ക്യാപ്പ് ഇൻ IPL 2026. ഇനി അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ, അതായത് IPL ഹിസ്റ്ററിയിൽ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിക്സസ് സ്കോർ ചെയ്തതിന്റെ റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ്. ഇത്തവണത്തെ IPL, അതായത് IPL 2026ൽ ഈ ഒരു സീസണിൽ മാത്രം 72 സിക്സസ് ആണ് എന്ത് ചെയ്യുന്നത് സ്കോർ ചെയ്യുന്നത്. IPL ഹിസ്റ്ററിയിൽ തന്നെ ഒരു സീസണിൽ സ്കോർ ചെയ്യപ്പെട്ടുള്ള ഒരു പ്ലെയർ സ്കോർ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് സിക്സസ് ആണെന്ത് 72 സിക്സസ് എന്ന് പറയുന്നത്. നേരത്തെ റെക്കോർഡ് എന്ന് പറയുന്നത്, പ്രീവിയസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വിത്ത് ക്രിസ് ഗെയിലിനായിരുന്നു പ്രീവിയസ്ലി ഈ ഒരു റെക്കോർഡ് 59 സിക്സസ്, 59 സിക്സസ് ആയിരുന്നു ക്രിസ് ഗെയിൽ അടിച്ചിരുന്നത്. എന്നാൽ ആ ഒരു റെക്കോർഡ് എന്ത് ചെയ്തു വൈഭവ് സൂര്യവംശി ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ക്യാപ്പ് IPL ഹിസ്റ്ററിയിൽ തന്നെ ഓറഞ്ച് ക്യാപ്പ് വിൻ ചെയ്യുന്ന ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയുടെ ഏജ് എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് 15 years. സോ വെറും 15 വയസ്സ് മാത്രമാണെന്ത് വൈഭവ് സൂര്യവംശിയുടെ ഏജ് എന്ന് പറയുന്നത്. ഹി ഈസ് ജസ്റ്റ് 15 years of age. ഈസ് ജസ്റ്റ് 15 years old. 15 വയസ്സ് മാത്രമാണ് വൈഭവ് സൂര്യവംശിയുടെ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് IPL ഹിസ്റ്ററിയിൽ ഓറഞ്ച് ക്യാപ്പ് സ്കോർ ചെയ്യുന്ന യങ്ങസ്റ്റ് പ്ലെയർ എന്ന് പറയുന്ന ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഇനി
ആൻഡ് വൈഭവ് സൂര്യവംശി 776 റൺസ്. ഈ ഒരു സീസണിൽ 776 റൺസ് ആണ് എന്ത് ചെയ്യുന്നത് വൈഭവ് സൂര്യവംശി സ്കോർ ചെയ്തത്. ആൻഡ് ഈ ഒരു സീസണിൽ, ഒരു സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച പ്ലെയറും വൈഭവ് സൂര്യവംശിയാണ്. 72 സിക്സസ് ആണ് അടിച്ചത്. ആൻഡ് ബ്രേക്ക് ചെയ്ത റെക്കോർഡ് ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് 59 സിക്സസ്. ഇനി ക്യാഗിസോ റബാഡയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്യാഗിസോ റബാഡയാണ് എന്ത് ചെയ്യുന്നത് IPL 2026 ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തതിന് പർപ്പിൾ ക്യാപ്പ് എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. അപ്പോൾ IPL 2026 പർപ്പിൾ ക്യാപ്പ് വിന്നർ, അതായത് മോസ്റ്റ് വിക്കറ്റ്സ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തതിനുള്ള പർപ്പിൾ ക്യാപ്പ്, ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്നതിനാണ് ഓറഞ്ച് ക്യാപ്പ്, ആൻഡ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നതിനാണ് എന്തുള്ളത് പർപ്പിൾ ക്യാപ്പ് ഉള്ളത്. ആൻഡ് ക്യാഗിസോ റബാഡയാണ് IPL 2026 എന്ത് ചെയ്യുന്നത് പർപ്പിൾ ക്യാപ്പ് വിൻ ചെയ്യുന്നത് ഫോർ ടേക്കിംഗ് ദ മോസ്റ്റ് വിക്കറ്റ്സ്. ആൻഡ് ഈ ഒരു സീസണിൽ മാത്രം, ഈ ഒരു സീസണിൽ ക്യാഗിസോ റബാഡ 29 വിക്കറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. സോ 29 വിക്കറ്റ്സ് ആണ് ക്യാഗിസോ റബാഡ ഈ ഒരു സീസണിൽ എന്ത് ചെയ്ത് സെക്യൂർ ചെയ്തത്. ഇനി IPL 2026 മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ, IPL 2026 വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IPL 2026 വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, RCB. സോ വിന്നർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB ആണ് ഇത്തവണത്തെ IPL 2026 വിന്നർ എന്ന് പറയുന്നത്. ആൻഡ് ഇത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണ്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് കൺസിക്യൂട്ടീവ് ടൈറ്റിലാണ്. സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ IPL ഹിസ്റ്ററിയിൽ രണ്ടാമത്തെ ടൈറ്റിലാണ്. ആൻഡ് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്യുന്നവരാണ് RCB ആണ്. അതായത് IPL 2025. സോ IPL 2025ന്റെയും വിന്നർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു. അതുപോലെ തന്നെ IPL 2026 വിന്നറും ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. സോ RCBയുടെ രണ്ടാമത്തെ ടൈറ്റിൽ, IPLന്റെ ഹിസ്റ്ററിയിൽ RCBയുടെ രണ്ടാമത്തെ ടൈറ്റിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കൺസിക്യൂട്ടീവ് ടൈറ്റിലുമാണ്. ആൻഡ് IPLന്റെ ഹിസ്റ്ററിയിൽ തുടർച്ചയായിട്ട് 2 തവണ കിരീടം നേടിയിട്ടുള്ള 2 ടീമുകളെ, അത് RCB കൂടാതെ 2 ടീമുകൾ കൂടിയേ ഉള്ളൂ. ദാറ്റ് ഈസ് CSK, അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ്. ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും മാത്രമാണ് ഇതിനു മുന്നേ തുടർച്ചയായിട്ട് 2 വർഷം എന്ത് ചെയ്യുന്നത് കിരീടം വിൻ ചെയ്യുന്നത്. ആൻഡ് അവരെ ഫോളോ ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ടീമായിട്ടാണ് എന്ത് ചെയ്യുന്നത് RCB വരുന്നത്. അപ്പോൾ IPL ഹിസ്റ്ററിയിൽ ഇതുവരെ 3 ടീമുകളെ എന്ത് ചെയ്തിട്ടുള്ളൂ, തുടർച്ചയായിട്ട് 2 വർഷം ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ളൂ. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് ആൻഡ് നൗ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇനി ആരാണ് IPL 2026 റണ്ണർ-അപ്പ്? IPL 2026 റണ്ണർ-അപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു IPL 2026 റണ്ണർ-അപ്പ് എന്ന് പറയുന്നത്. സോ റണ്ണർ-അപ്പ് ഫോർ IPL 2026 വാസ് ഗുജറാത്ത് ടൈറ്റൻസ്. ഇനി ഫൈനൽ വെന്യൂ, അതായത് IPL 2026 ഫൈനൽ വെന്യൂ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. സോ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആണ് ഈ ഒരു ഫൈനലിന്റെ വെന്യൂ എന്ന് പറയുന്നത്. സോ നരേന്ദ്രമോദി സ്റ്റേഡിയം ഓഫ് അഹമ്മദാബാദ്. സോ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയം ആണ് ഒരു ഫൈനൽ നടന്ന വെന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് IPL 2026 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Bhavya scheme recently approved by the Union Cabinet is primarily associated with. So Union Cabinet, കേന്ദ്ര മന്ത്രിസഭ, സോ യൂണിയൻ ക്യാബിനറ്റ് റീസെന്റ് ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ഭവ്യ സ്കീം എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഗ്രികൾച്ചറൽ മോഡേണൈസേഷൻ, ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി ഡിജിറ്റൽ ഗവേണൻസ് റിഫോംസ് ആൻഡ് ഓപ്ഷൻ ഡി റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ. ഇതിൽ ഏതുമായിട്ടാണ് ഭവ്യ സ്കീം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്. സോ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഭവ്യ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഭവ്യ സ്കീമിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. സോ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന, ഇതാണ് ഭവ്യ സ്കീമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഭവ്യ സ്റ്റാൻഡ്സ് ഫോർ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. സോ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന, ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. സോ ഭവ്യ സ്റ്റാൻഡ്സ് ഫോർ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. അപ്പോൾ ഭവ്യയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. അപ്പോൾ ഈ ഒരു ഭാരത് ഔദ്യോഗിക് വികാസ് യോജന എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് സെൻട്രൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. ആൻഡ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ഓഫ് 33,000
600 crore rupees. 33,600 കോടി രൂപയാണ് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് എന്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് എന്തിരിക്കുന്നത്, ഔട്ട്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ഔട്ട്ലേ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33,600 crores. 33,600 കോടിയാണെന്ത് ഈ ഒരു സ്കീമിന്റെ ഔട്ട്ലേ എന്ന് പറയുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് സെൻട്രൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്കീമാണ് ഭവ്യ. ഭവ്യ സ്റ്റാൻഡ്സ് ഫോർ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഔട്ട്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് 33,600 crores. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ടൈം എന്ന് പറയുന്നത് 6 years, 6 വർഷമാണെന്ത് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി ഫൈനാൻഷ്യൽ ഇയർ 2026-27. സോ 2026-27 മുതൽ അടുത്ത 6 വർഷം, ദാറ്റ് ഈസ് 2031-32. So 2031-32. So 2026-27 to 2031-32. So 2026-27 മുതൽ 2031-32 വരെ 2031-32 വരെ ആയിരിക്കും ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ മേജർ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രോസ് ഇന്ത്യയിൽ ഉടനീളം എന്ത് ചെയ്യുക, 100 പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഭവ്യ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഇന്ത്യ, അക്രോസ് ഇന്ത്യ എന്ത് ചെയ്യുക, 100 പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ അക്രോസ് ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യുക, 100 പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ സ്ഥാപിക്കണമെന്ന് വിചാരിച്ചോ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ആദ്യം എന്ത് ചെയ്യണം, ലാൻഡ് അക്വയർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യണം, ശരിയാക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ നടത്തണം. അവിടെ ബാക്കി ഫെസിലിറ്റീസ്, അതായത് വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ റോഡ്, ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്തെടുക്കണം. സോ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണത് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്കീം പ്രകാരം, ഈ ഒരു ഭവ്യ സ്കീം പ്രകാരം ഗവൺമെന്റ് എന്താ എയിം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യും, ഒരു 100 പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് ഡെവലപ്പ് ചെയ്യും. അതായത് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യും, ലാൻഡ് അക്വയർ ചെയ്യും, അവിടെ കൺസ്ട്രക്ഷൻ ഫെസിലിറ്റീസ്, ബിൽഡിങ്സ് എല്ലാം എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. അതുപോലെ തന്നെ അവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യും, വാട്ടർ ഫെസിലിറ്റി തയ്യാറാക്കും, ഇലക്ട്രിസിറ്റി റെഡിയാക്കും, ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യും, ഗവൺമെന്റ് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കും. അതായത് റെഡി ടു യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു 100 ഇൻഡസ്ട്രിയൽ പാർക്സ് എന്ത് ചെയ്യും, സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരിക, എന്ത് ചെയ്യുക, മെഷീൻസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് മെഷീൻസ് എല്ലാം പർച്ചേസ് ചെയ്യുക, ഉടനെ തന്നെ എന്ത് ചെയ്യുക, അവരുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭവ്യ സ്കീം എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യും, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റിന്റെ കേസ് എടുക്കാം, അതായത് ഒരു ഫ്ലാറ്റ് കോംപ്ലക്സിന്റെ കേസ് എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കൺസ്ട്രക്ടർ വന്നിട്ട് കുറേ ഫ്ലാറ്റ് കോംപ്ലക്സസ് എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുക, അവിടേക്കുള്ള ഫർണിച്ചർ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, കയറി താമസിക്കുക. അതേ പരിപാടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സിനകത്ത് നടക്കുന്നത്. അതായത് ബിൽഡിങ്സ്, അതുപോലെ തന്നെ ലാൻഡ് അക്വിസിഷൻ ഗവൺമെന്റ് ചെയ്യും, ബിൽഡിങ്സ് എന്ത് ചെയ്യും, ഗവൺമെന്റ് കൺസ്ട്രക്ട് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി, റോഡ്സ്, വാട്ടർ ഫെസിലിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യും, ഗവൺമെന്റ് ഏർപ്പാടാക്കും. അപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വരിക, മെഷീൻസ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യുക, മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പരിപാടിയാണെന്ത് ഈ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭവ്യ സ്കീം വഴി അക്രോസ് ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യുക, 100 പ്ലഗ് ആൻഡ് പ്ലേ ഇൻഡസ്ട്രിയൽ പാർക്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഭവ്യ സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which highest civilian honor of Seychelles was conferred upon Prime Minister Narendra Modi? So recent ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് സെയ്ഷൽസ് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് പ്രസന്റ് ചെയ്തു. ആ ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെയ്ഷൽസ് വിസിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ സെയ്ഷൽസ് വിസിറ്റ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ നരേന്ദ്രമോദിക്ക് പ്രസന്റ് ചെയ്തു. ആ ഒരു ഹയസ്റ്റ് സിവിലിയൻ ഓണറിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ആഫ്രിക്ക. ഓപ്ഷൻ ബി, ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. ഓപ്ഷൻ സി, ഓർഡർ ഓഫ് ദി ഓഷൻ. ആൻഡ് ഓപ്ഷൻ ഡി, ബ്ലൂ പ്ലാനറ്റ് അവാർഡ്. ഇവയിൽ ഏതാണ് സെയ്ഷൽസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അവാർഡ് ചെയ്ത ആ ഒരു ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. സോ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ ആണ് സെയ്ഷൽസ്
പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അവാർഡ് ചെയ്ത അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഈ ഒരു അവാർഡ് കൺഫർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ കൺസർവേഷൻ, അതുപോലെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള കോപ്പറേഷൻ, ഈ ഏരിയാസിലൊക്കെ ലീഡർഷിപ്പ് ഓഫർ ചെയ്തതിന് അല്ലെങ്കിൽ ഈ ഏരിയാസിലൊക്കെ എന്താണ് ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്തതിനാണ് എന്ത് ചെയ്യുന്നത് സീഷെൽസ് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് പ്രസന്റ് ചെയ്തത്. ഇനി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്തിനാണ് സീഷെൽസ് വിസിറ്റ് ചെയ്തത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഷെൽസിന്റെ 50th ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. സോ സീഷെൽസിന്റെ 50th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. ഇപ്പോൾ സീഷെൽസിന്റെ 50th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആയിരുന്നു ഇപ്പോൾ റീസെന്റ് ആയിട്ട് കൺക്ലൂഡ് ആയത്. അതായത് സീഷെൽസിന് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് 50 വർഷം എന്ത് ചെയ്തു ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ 50th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സീഷെൽസ് വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സീഷെൽസ് ഇൻഡിപെൻഡന്റ് ആയത് മുതൽ നമ്മൾ സീഷെൽസുമായിട്ട് എന്താണ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം എന്ന് പറയുന്നതാണ് നമ്മളും സീഷെൽസുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസിന്റെ 50th ആനിവേഴ്സറി ആണ്. സോ 50th ആനിവേഴ്സറി ഓഫ് ഇന്ത്യ സീഷെൽസ് ഡിപ്ലോമാറ്റിക് ടൈസ്. അപ്പൊ ഇന്ത്യയും സീഷെൽസുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസിന്റെ 50ാമത്തെ ആനിവേഴ്സറി എന്താണ് ഈ വർഷം തന്നെയാണ്. സോ 50th ആനിവേഴ്സറി ഓഫ് ഇന്ത്യ സീഷെൽസ് ഡിപ്ലോമാറ്റിക് ടൈസ്. അപ്പോൾ PM നരേന്ദ്രമോദി എന്തിനാണ് സീഷെൽസ് വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഷെൽസിന്റെ 50th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് സീഷെൽസിന്റെ 50th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളും സീഷെൽസുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസിന്റെ 50th ആനിവേഴ്സറിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സീഷെൽസ് വിസിറ്റ് ചെയ്തപ്പോഴാണ് സീഷെൽസിന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ത് ചെയ്ത് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, National Statistics Day. National Statistics Day in India is observed to commemorate the birth anniversary of which personality? ഏത് പേഴ്സണാലിറ്റിയുടെ ബർത്ത് ആനിവേഴ്സറി കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡോക്ടർ അമർത്യ സെൻ, ഓപ്ഷൻ ബി പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പൊ ഇവരിൽ ആരുടെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്. സോ പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് അല്ലെങ്കിൽ PC മഹൽനോബിസ്. സോ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് അല്ലെങ്കിൽ PC മഹൽനോബിസ്. അപ്പോൾ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് അല്ലെങ്കിൽ PC മഹൽനോബിസിന്റെ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് അല്ലെങ്കിൽ PC മഹൽനോബിസിന്റെ ബർത്ത് ആനിവേഴ്സറി കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി എന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് June 29. സോ June 29 ആണ് എന്ത് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ June 29. സോ June 29 ആണ് ഇന്ത്യയിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ടു കമ്മമറേറ്റ് ദി ബർത്ത് ആനിവേഴ്സറി ഓഫ് PC മഹൽനോബിസ് ഓഫ് പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്. ഇനി ആരാണ് PC മഹൽനോബിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്. ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് PC മഹൽനോബിസ് ഓർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്. അപ്പൊ PC മഹൽനോബിസിന്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് June 29 എന്ത് ചെയ്യുന്നത് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത്തവണ അതായത് 2026 20ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 20th സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. സോ 2026 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 20ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ്. ആൻഡ് 2007 സോ 2007 മുതലാണ് എന്ത് ചെയ്യുന്നത് 2007 മുതലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ June 29 എന്ത് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം 2007 എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ PC മഹൽനോബിസിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് June 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത്. ആൻഡ് 2026 നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അതായത് ലാസ്റ്റ് വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഇറ്റ് വാസ് ദി 20th നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ആൻഡ് ഇത്തവണത്തെ തീം ആൻഡ് ഒരു ഡേ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ തീമും കൂടെ പഠിച്ചിരിക്കണം. സോ ഇത്തവണത്തെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ. ഇത്തവണത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ. അൺലോക്കിംഗ് ദി പൊട്ടൻഷ്യൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ.
അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ. സോ ഇത്തവണത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ തീം എന്ന് പറയുന്നതാണ് അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് administrative data. So this is the theme of National Statistical Day 2026, unlocking the potential of administrative data. Next question, Shahid Divas is observed in India on March 23 to commemorate which historical event? So ഇന്ത്യയിൽ മാർച്ച് 23 ആണ് എന്ത് ചെയ്യുന്നത്, ഷഹീദ് ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 23 ഷഹീദ് ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് കൊമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് മസക്കർ, ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഓപ്ഷൻ സി എക്സിക്യൂഷൻ ഓഫ് ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്, ആൻഡ് ഓപ്ഷൻ ഡി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പോൾ ഇതിൽ ഏത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാർച്ച് 23 നമ്മൾ ഷഹീദ് ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദ എക്സിക്യൂഷൻ ഓഫ് ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. സോ ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് ഇവരുടെ എക്സിക്യൂഷന്റെ ഡേ, ഇവരെ എക്സിക്യൂട്ട് ചെയ്ത ഡേ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷഹീദ് ദിവസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഷഹീദ് ദിവസ് അല്ലെങ്കിൽ മാർട്ടിയേഴ്സ് ഡേ. ഷഹീദ് ദിവസ് അല്ലെങ്കിൽ മാർട്ടിയേഴ്സ് ഡേ. അപ്പോൾ ഷഹീദ് ദിവസ് അല്ലെങ്കിൽ മാർട്ടിയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഷഹീദ് ദിവസ് ഓർ മാർട്ടിയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് മാർച്ച് 23, which is the date of execution of Bhagat Singh, Rajguru and Sukhdev. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യങ് റവല്യൂഷണറി ലീഡേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ എക്സിക്യൂഷൻ എന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928. അപ്പോൾ ആ ഒരു കഥ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ 1928 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ വന്ന സൈമൺ കമ്മീഷനെതിരെ, അതായത് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന സൈമൺ കമ്മീഷൻ, അതിനകത്ത് ഫുള്ള് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 1928 ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ വരുന്നു, സൈമൺ കമ്മീഷൻ. ഇന്ത്യക്ക് ഇനി അടുത്ത കൊടുക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് എന്താണ് എന്ന് റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു ഈ ഒരു കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ആ കമ്മീഷനിൽ എന്തില്ലായിരുന്നു, ഒരൊറ്റ ഇന്ത്യൻ പോലും ഇല്ലായിരുന്നു. ഇന്ത്യക്ക് ഇനി അടുത്തതായിട്ട് എന്ത് കൊടുക്കണം, എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കൊടുക്കണം എന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന കമ്മീഷനകത്ത് എന്തില്ല, ഒരൊറ്റ ഇന്ത്യൻ പോലും ഇല്ല, ഫുൾ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ സൈമൺ കമ്മീഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 1928 ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രൊട്ടസ്റ്റ് ലീഡ് ചെയ്തത് ലാലാ ലജ്പത് റോയ് ആണ്. സോ ലാലാ ലജ്പത് റോയ് ആണ് എന്ത് ചെയ്യുന്നത്, 1928 സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ വെച്ച് നടന്ന ആ ഒരു പ്രൊട്ടസ്റ്റ് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രൊട്ടസ്റ്റ് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്തു, ലാത്തി ചാർജ് നടത്തി. ഈ ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റോയ്ക്ക് സിവിയർ ആയിട്ട് പരിക്കേറ്റു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പരിക്കുകൾ മൂലം എന്ത് ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ലാലാ ലജ്പത് റോയുടെ മരണത്തിന് റിവഞ്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അന്നുണ്ടായിരുന്ന ഒരു റവല്യൂഷണറി ഓർഗനൈസേഷൻ, അതാണ് HSRA, ദാറ്റ് ഈസ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു റവല്യൂഷണറി ഓർഗനൈസേഷൻ ആണത് HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഈ HSRAയുടെ മെമ്പേഴ്സ് ആയിരുന്നു ഭഗത് സിംഗ്, സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു. അപ്പൊ HSRA എന്ത് ചെയ്തു, ലാലാ ലജ്പത് റോയുടെ മരണത്തിന് പകരം ചോദിക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. ആൻഡ് ലാലാ ലജ്പത് റോയുടെ മരണത്തിന് കാരണമാക്കിയിട്ടുള്ള ആ ഒരു ലാത്തി ചാർജ് ഓർഡർ ചെയ്ത, ലാത്തി ചാർജിന് ഉത്തരവിട്ടത് ജെയിംസ് എ സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലായിരുന്നു. ഈ ബ്രിട്ടീഷ് ഒഫീഷ്യലിനെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ 3 പേരും കൂടെ ഡിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരും അതുപോലെ HSRA എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ജെയിംസ് എ സ്കോട്ടിനെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവരൊരു അറ്റംപ്റ്റ് നടത്തുന്നു. പക്ഷേ ഈ ഒരു അറ്റംപ്റ്റിനകത്ത് ബൈ മിസ്റ്റേക്ക് ജെയിംസ് എ സ്കോട്ടിന് പകരം കൊല്ലപ്പെട്ടത് ജോൺ സോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറാണ്. അപ്പോൾ ബൈ മിസ്റ്റേക്ക് ഇവർക്ക് ആള് മാറിപ്പോയി, ഇവർ ജെയിംസ് എ സ്കോട്ടിന് പകരം അസാസിനേറ്റ് ചെയ്ത് കൊന്നുകളഞ്ഞത് ജോൺ സോണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഓഫീസറിനെയായിരുന്നു. ആൻഡ് ഈ ഒരു കേസിനെ വിളിക്കുന്ന പേരാണ് ലാഹോർ കോൺസ്പിറസി കേസ്. ആൻഡ് ഈ ഒരു കേസാണ്, ഈ ഒരു ഇവന്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ലാഹോർ കോൺസ്പിറസി കേസ് എന്ന് എന്ത് ചെയ്യുന്നത്, വളരെ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു ലാഹോർ കോൺസ്പിറസി കേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ എക്സിക്യൂട്ട് ചെയ്ത ദിവസമാണ് മാർച്ച് 23. ആൻഡ് ആ മാർച്ച് 23 ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നമ്മൾ ഷഹീദ് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഷഹീദ് ദിവസത്തിന്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് ടേക്കപ്പ് ചെയ്ത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്